സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സംഘർഷത്തിന് ഇപ്പോൾ താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. 21 വൈദികരുടെ പ്രാർത്ഥനാ യജ്ഞം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചയിൽ പിൻവലിച്ചു. കാനോനിക സമിതികളും കൂരിയയും പുനഃസംഘടിപ്പിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് വൈദികർ സമരത്തിൽ നിന്ന് പിന്മാറിയത്. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഒരു താൽക്കാലിക പിന്മാറ്റമാണ് നടത്തിയത്. ഇപ്പോൾ ചർച്ചയിൽ നടത്തിയ ഉറപ്പുകൾ അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മാത്രമേ ഒരു സ്ഥിരമായുള്ള ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. ഇനി സഭ അതിന്റെ വഴിക്കാണോ? അതിന് വഴിയിലോട്ട് തന്നെ കടക്കുകയാണ്. എന്തായാലും അതിന് കുറച്ച് ദിവസം കൂടി എടുക്കും. 20-ാം തീയതിയോടുകൂടിയാണ് ഈ സമിതികൾ, കാനോനിക സമിതികളും അതോടൊപ്പം തന്നെ കൂരിയെയും പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. അത് തുടർ ചർച്ചകളുണ്ടാവുക. ഇന്നലെ തലശ്ശേരിയിലേക്ക് പോയിരുന്ന, സിനഡ് കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് പോയിരുന്ന മാർ ജോസഫ് പാംപ്ലാനി ഈ ചർച്ചകൾക്ക് വേണ്ടി തിരികെ വരികയായിരുന്നു ചെയ്തിരുന്നത്. രാത്രി 10:30-ഓടെയാണ് ചർച്ച ആരംഭിച്ചത്. അത് 1:30 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു. 1:30-ഓടുകൂടിയാണ് ഇതൊരു ചർച്ചയിലൂടെ ഒരു സമവായത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ രണ്ട് സമിതികളും പുനഃസംഘടിപ്പിക്കാമെന്നുള്ളൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായ ഒരു സമവായത്തിലോട്ട് പോയിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴുള്ളത് ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് ഉള്ളത്. കാണാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ട് ദിവസങ്ങളായി വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കും വേദിയായിരുന്ന സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ അവിടെ ശാന്തമായ അവസ്ഥയിലേക്ക് ഇരിക്കുകയാണ്. ഈ പ്രാർത്ഥനായജ്ഞം വൈദികർ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുഴുവൻ വൈദികരും ഇവിടുന്ന് മടങ്ങിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രി വൈകിയാണ് ഇക്കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടായെന്നുള്ളത് കൊണ്ട് തന്നെ അടുത്തുള്ള വൈദികർ, വാഹനം ഒക്കെയുള്ള വൈദികരാണ് ഇന്നലെ മടങ്ങിയിട്ടുള്ളത്. മറ്റു വൈദികർ ഇന്ന് 8 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ സാന്നിധ്യം കുറച്ചിട്ടുണ്ട്. ഇന്നലെ തീരുമാനം എത്തിയിരുന്നു. പോലീസുകാരുടെ എണ്ണം ഇവിടെ ഘട്ടം ഘട്ടമായി കുറയ്ക്കും. വൈദികർ ഇവിടുന്ന് മടങ്ങുന്നതനുസരിച്ച് പൂർണ്ണമായും പോലീസിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്താകും ഇതിൻ്റെ തുടർ നടപടികൾ, അല്ലെങ്കിൽ എത്രത്തോളം ഇത് വിജയിക്കുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ അടുത്ത ഘട്ട ചർച്ചകളിലോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. 20-ാം തീയതിയോടുകൂടി തന്നെ ഇതിന്റെ അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യും. നിലവിൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും